തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അടിക്കപ്പെട്ടതെങ്കിലും നമ്മെ അനുഗമിക്കുന്ന ആത്മീയ പാറ എന്നതാണ്. സംഖ്യാപുസ്തകം 20 അധ്യായം 7 വാക്യത്തിൽ യഹോവ മോശയോട് പറയുന്നു, നിന്റെ വടിയെടുത്ത് നീയും നിന്റെ സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. മുമ്പ് ഇസ്രയേലിന് വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ രഫീദീമിൽ വെച്ച് പാറ അടിക്കുവാൻ കൽപ്പിച്ച ദൈവം ഇപ്പോൾ പാറയോട് കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അടിക്കപ്പെട്ട പാറ ക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നതിനാൽ ഇനി പാറയെ അടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു ഒരിക്കലായി കഷ്ടമനുഭവിച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അത് മതിയായതായിരുന്നു. ജനത്തിൻ്റെ ആത്മീയ ദാഹം തീർക്കുവാൻ അത് പര്യാപ്തമാണ്. എന്നാൽ ജനത്തിൻ്റെ അവിശ്വാസവും പിറുപിറുപ്പും മൂലം പ്രകോപിതനായ മോശ സഭയെ വിളിച്ചുകൂട്ടി, മത്സരികളെ, ഞാൻ നിങ്ങൾക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് ചോദിച്ച് പാറയെ 2 പ്രാവശ്യം അടിച്ചു. അത് ദൈവത്തോടുള്ള അനുസരണക്കേടും അകൃത്യവുമായതിനാൽ ദൈവത്തിനത് അനിഷ്ടമായി. പാറയിൽ നിന്ന് വീണ്ടും വെള്ളം പുറപ്പെട്ടു. അതവരുടെ ദാഹം തീർക്കുവാൻ മതിയായതായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ജനത്തിൻ്റെ ആവശ്യം നിവർത്തിക്കപ്പെടുകയും വേണം. അപ്പോസ്തലനായ പൗലോസ് ഈ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ആത്മീയർത്ഥം 1 കൊരിന്ത്യർ 10 അധ്യായത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ജനം ദുർമോഹികളും വിഗ്രഹാരാധികളും പരസംഗം ചെയ്യുന്നവരും ദൈവത്തെ പരീക്ഷിക്കുന്നവരും പിറുപിറുക്കുന്നവരുമായിരുന്നുവെങ്കിലും ദൈവം അവരെ പിന്നെയും ക്ഷമയോടെ പരിപാലിച്ചു കൊണ്ടിരുന്നു. അനേകർ തങ്ങളുടെ അകൃത്യം നിമിത്തം ദൈവത്തെ കോപിപ്പിച്ചതിനാൽ മരുഭൂമിയിൽ പട്ടുപോയി. മനുഷ്യർ ദൈവത്തോട് അവിശ്വസ്തരായി തീർന്നെങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം സംഭവിക്കുന്നില്ല. അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി, അപ്പവും വെള്ളവും നൽകി പോഷിപ്പിച്ചു. അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, ചെരുപ്പ് ദ്രവിച്ചു പോയതുമില്ല. അവർ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എത്ര ശ്രേഷ്ഠമായ സത്യമാണ് ദൈവാത്മാവിടെ വെളിപ്പെടുത്തുന്നത്. മരുഭൂമിയിലെ മണലാരണ്യത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അടിക്കപ്പെട്ട പാറയിൽ നിന്നുള്ള വെള്ളം അവർക്ക് ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു, അവരുടെ ദാഹത്തിന് പര്യാപ്തമായിരുന്നു. ആ പാറ അവരെ അനുഗമിച്ചു കൊണ്ടിരുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യം വഹിക്കുന്ന ഈ പാറ ജീവനുള്ള പാറയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശാശ്വത പാറയായും യുഗങ്ങളുടെ പാറയായും തള്ളിക്കളയപ്പെട്ട കല്ലായും മൂലക്കല്ലായും ജീവനുള്ള കല്ലായും ധൂളിപ്പിക്കുന്ന പാറയായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിശേഷണവും കർത്താവ് നിവർത്തിച്ചതും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കർത്താവിൻ്റെ അനുഭവത്തിൽ വന്നതുമായ ഓരോ വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യുഗങ്ങളുടെ പാറ തൻ്റെ പുരാതനത്വത്തെയും നിത്യത്വത്തെയും വ്യക്തമാക്കുന്നു. തള്ളിക്കളയപ്പെട്ട കല്ല് കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ തൻ്റെ സ്വന്തം ജനം തള്ളിക്കളഞ്ഞതിനെ സൂചിപ്പിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ ചെന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ദൈവത്തിന് ആത്മീയ ഗൃഹമായി പണിയപ്പെടത്തക്ക നിലയിൽ പര്യാപ്തമായ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ധൂളിപ്പിക്കുന്ന പാറ ന്യായവിധിയുടെ ചിത്രമാണ്. അവനിൽ വിശ്വസിക്കാത്ത ഏവർക്കും അവൻ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി മാറുവാൻ പോകുന്നു. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. നാം ഒരിക്കൽ ജീവനില്ലാത്ത കല്ലുകളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറയുടെ അടുക്കൽ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. നമ്മുടെ ആത്മീയ ദാഹം മാറ്റി നമ്മെ അനുഗ്രഹിച്ചതിനാൽ ഇന്ന് നമുക്ക് ആത്മീയ യാഗം കഴിക്കുന്ന വിശുദ്ധ പുരോഹിതരായി തീരുവാൻ ദൈവം കൃപ നൽകിയിരിക്കുകയാണ്. ഈ കർത്ത ദിവസത്തിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയെ നമുക്ക് ഓർക്കാം. നാം ആത്മീയ ദാഹത്താൽ നശിച്ചു പോകേണ്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ദാഹിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് കാൽവറിയിൽ അടിക്കപ്പെട്ടവനെങ്കിലും തകർക്കപ്പെട്ടവനെങ്കിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് യുഗങ്ങളുടെ പാറയാണ്, ശാശ്വത പാറയാണ്. നമ്മുടെ ആത്മീയ ദാഹം തീർത്ത ആ അനുഗ്രഹിക്കപ്പെട്ട പാറയാണ്. നമുക്ക് നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക.
സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. നമ്മുടെ കർത്താവ് മഹാദൈവമാണ്. ആ മഹാദൈവത്തിൻ്റെ മുമ്പിൽ ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് എല്ലാ മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആത്മീയ ദാഹം തീർത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവനുള്ള കല്ലായ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഞങ്ങളുടെ ആത്മദാഹം മാറ്റിയല്ലോ. ഞങ്ങളെല്ലാം സന്തോഷത്തോടുകൂടെ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.